ഹായ്. ഇനി നമുക്ക് വരാനുള്ള രണ്ട് പ്രധാനപ്പെട്ട എക്സാംസ് ആണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമും സെക്കൻഡ് ഫേസും അതുപോലെ തന്നെ KASൻ്റെ പ്രിലിംസ് എക്സാമും. നിലവിൽ രണ്ട് പ്രധാനപ്പെട്ട എക്സാംസ് കഴിഞ്ഞു. ഡിഗ്രി ലെവലിൻ്റെ ഫേസ് 1ഉം അതുപോലെ തന്നെ UPSC പ്രിലിംസ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ UPSC പ്രിലിംസിൻ്റെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസും എടുത്തിട്ട് ഒരു കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് എക്സാമിൻ്റെ UPSC പ്രിലിംസിൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിമിനറി ഫസ്റ്റ് ഫേസിൻ്റെയും ക്വസ്റ്റ്യൻസ് എടുത്തുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ഫേസ് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്കും KS പ്രിലിംസ് എഴുതുന്നവർക്കും വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് ഇസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം. താഴെ കൊടുത്തിട്ടുള്ള കോൺസെപ്റ്റുകളിൽ ഏതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERT ഉണ്ടല്ലോ. NCERT 12th സ്റ്റാൻഡേർഡിലെ മാക്രോ എക്കണോമിക്സിനകത്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വായിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഒരു NCERT വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ചോദ്യമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ളത് GDP, GNP, NNPFC, പേഴ്സണൽ ഇൻകം, ഇത്തരത്തിലുള്ള കുറേ ടേംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? നമ്മൾ നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ GDPനെ പറ്റി പഠിക്കാനുണ്ട്, GNPനെ പറ്റി പഠിക്കാറുണ്ട്, NNPനെ പറ്റി പഠിക്കാറുണ്ട്, NDPനെ പറ്റി പഠിക്കാറുണ്ട്, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, ഇതെല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടും ആ ഒരു NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNPFC ആണ് എന്ന് പറയുന്നുണ്ട്. നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റിൽ കണ്ടെത്തുന്ന NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അതാണ് നമ്മുടെ രാജ്യത്തെ നാഷണൽ ഇൻകം എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നാഷണൽ ഇൻകം ഇത്തവണ ഡിഗ്രി പ്രിലിംസിന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് ഫേസ് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവരാണെങ്കിലും KS എഴുതുന്നവരാണെങ്കിലും എന്തായാലും NCERTയുടെ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ 12th സ്റ്റാൻഡേർഡിൻ്റെ മാക്രോ എക്കണോമിക്സിൽ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതൊന്ന് വായിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം കിട്ടാൻ, അത് ശരിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നാഷണൽ ഇൻകം പഠിക്കുന്ന സമയത്ത് 4 പ്രധാനപ്പെട്ട അഗ്രിഗേറ്റ്സിനെ പറ്റിയാണ് നോക്കുന്നത് അല്ലേ? ഏതൊക്കെയാണ്? GDP, GNP, NDP, NNP. ഇതെല്ലാം തന്നെ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത്, ആ ഒരു +2 മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിൽ വേണമെന്നുള്ളവർക്ക് അത് മലയാളവും ലഭ്യമാണ് ടെക്സ്റ്റ് ബുക്ക്. ഇംഗ്ലീഷിലുള്ളവർക്ക് അതും വായിക്കാം. GDP, GNP, NDP, NNP ഇങ്ങനെ 4ആയിട്ടാണ് നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ അതിൽ അഗ്രിഗേറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് GDP ആണ്. ബാക്കി എന്തും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് GDP കണ്ടെത്തണം. GDP സിമ്പിൾ ആണല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫൈനാൻഷ്യൽ ഇയർ 2024-25 ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ രാജ്യത്തിനകത്ത്, അതായത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് വെച്ചാൽ ആഭ്യന്തര അതിർത്തി, ഇന്ത്യയുടെ ഭൂപ്രദേശത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ആകെ തുക അല്ലെങ്കിൽ മണി വാല്യൂ. അപ്പോൾ ഇതാണ് GDP. ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യക്കകത്ത് ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷം എന്തെല്ലാം ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടൽ മണി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ GDP എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളോ വരിക. അത് ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, വിദേശി പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്ത്യക്കകത്ത് ഒരുപാട് വിദേശികളും വർക്ക് ചെയ്യുന്നില്ലേ? ഒരുപാട് നേപ്പാളികളുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, അമേരിക്കക്കാരുണ്ട്, ചൈനക്കാരുണ്ട്, ഒരുപാട് പേര് പല കമ്പനികളിലായിട്ട് വർക്ക് ചെയ്യുന്നു. പല വിദേശ കമ്പനികൾ ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യുന്നു. ഇവിടെ GDPക്കകത്ത് നോക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇന്ത്യക്കകത്താണോ ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്തത്
അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയുടെ GDP-ക്കൊപ്പം ആഡ് ചെയ്യും. അത് വിദേശിയാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും ഇന്ത്യക്കകത്താണോ പ്രൊഡക്ഷൻ നടന്നത്, അത് ഇന്ത്യയുടെ GDP-യുടെ ഭാഗമാണ്. മനസ്സിലായല്ലോ? എന്നാൽ GNP എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. GNP എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. പകരം ഇന്ത്യൻ റെസിഡൻസ്, ഇന്ത്യക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. GDP-യിൽ ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ GNP-ക്കകത്താണെങ്കിലോ ഇന്ത്യക്കാരനാണോ ഈ ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യക്കകത്ത് മാത്രമാണോ പ്രവർത്തിക്കുന്നത്? അല്ല, ഇന്ത്യക്കകത്തും പ്രവർത്തിക്കുന്നുണ്ട്, വിദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റെസിഡൻസ്, ഇന്ത്യൻ പൗരന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? UK-യിൽ, US-ൽ, UAE-യിൽ, സൗദിയിൽ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ GNP എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ ലോകത്ത് എവിടെ നിന്നെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെ ആകെത്തുകയാണ് GNP. അത് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. GNP എന്ന് വെച്ചാൽ GDP പ്ലസ് NFIA എന്നുള്ളതാണ് ഫോർമുല. ഇതാ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായിട്ട് കൊടുത്തു. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമല്ല. കണക്റ്റഡ് ഫാക്ട്സ് പറയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. GDP-യുടെ കൂടെ NFIA ആഡ് ചെയ്താൽ നമുക്ക് GNP കിട്ടും. എന്താ NFIA? NFIA എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടല്ലോ, US, UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ കൊണ്ടുവരുന്ന പൈസ, ഇന്ത്യക്കാർ കൊണ്ടുവരുന്ന പണം മൈനസ് ഇന്ത്യക്കകത്തിൽ നിന്ന് വിദേശികൾ പുറത്തോട്ട് കൊണ്ടുവന്ന പൈസയില്ലേ, US-ലോട്ടും UK-ലോട്ടും കൊണ്ടുവന്ന പൈസ, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NFIA കിട്ടും. അങ്ങനെ ആലോചിച്ചാൽ മതി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പൈസ മൈനസ് ഇന്ത്യയിൽ നിന്ന് വിദേശികൾ കൊണ്ടുവന്ന പൈസ. കാരണം വിദേശികളുടെ പൈസ നമുക്ക് വേണ്ട GNP-യിൽ. അപ്പോൾ അതാണ് NFIA എന്ന് പറയുന്നത്. അപ്പോൾ GNP = GDP പ്ലസ് NFIA. അത് രണ്ടും കിട്ടിയില്ലേ? എന്താണ് GDP, എന്താണ് GNP എന്നുള്ള രണ്ട് കോൺസെപ്റ്റുകൾ കിട്ടിയില്ലേ? ഇനി അടുത്ത് ഈ NDP കണ്ടുപിടിക്കാൻ ഈ GDP ഉണ്ടല്ലോ, GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ എന്നൊരു ഘടകം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് NDP കിട്ടുക. നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനം. നമ്മൾ ഒരുപാട് അസറ്റൊക്കെ ഉപയോഗിക്കുന്നില്ല, നമ്മൾ കാറ്, മെഷീൻസ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാലപ്പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെ മൂല്യം പതുക്കെ, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി വളരെ കുറയും അല്ലേ? ഞാൻ ആദ്യത്തെ വർഷം കാർ ഉപയോഗിക്കുന്ന അതേ പ്രൊഡക്ടിവിറ്റിയാണോ 10ാം വർഷം? അല്ല. ഞാനൊരു മെഷീൻ ഉപയോഗിച്ച് ആദ്യത്തെ വർഷത്തെ അതേ പ്രൊഡക്ടിവിറ്റിയാണോ 10ാമത്തെ വർഷം? അല്ല. അപ്പോൾ പതുക്കെ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റിൻ്റെ, ആസ്തിയുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉൽപാദനക്ഷമത കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതൊരു ചിലവാണ്, അത് വിൽക്കുന്ന സമയത്ത് നമുക്കൊരു നഷ്ടമാണ്. അപ്പം എല്ലാ വർഷവും ഈ ഒരു അസറ്റിൻ്റെ ഉപയോഗം കാരണം നമുക്ക് കുറച്ച് പൈസ നഷ്ടമാകുന്നു എന്ന രീതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന പേരിൽ GDP-ന്ന് കുറച്ച് കാണിക്കുന്നു. അല്ലെങ്കിൽ ഗ്രോസ്, നമ്മൾ എപ്പോഴും G കണ്ടല്ലോ, ഫസ്റ്റ് G എന്ന് പറയുന്ന ടേം കണ്ടില്ല, അതാണ് ഗ്രോസ്. ഈ പറയുന്ന ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ്. അതായത് GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് NDP. അല്ലെങ്കിൽ GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് NNP. ക്ലിയർ ആയല്ലോ? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ എന്താ? NDP. GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NNP. ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രോസും നെറ്റും, ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് കിട്ടും. ഡിപ്രീസിയേഷൻ ഒരു ചിലവായിട്ട് അങ്ങ് കണക്കാക്കുക. ഇനി അടുത്ത് നമുക്ക് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളെ പറ്റി നോക്കാം. FCMP, അതായത് ഒരു പേന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്കാകുന്ന ചിലവാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്, FC എന്ന് പറയും. ഓക്കെ, ഒരു പേന നിർമ്മിക്കാൻ കമ്പനിക്ക് അവരുടെ റോ മെറ്റീരിയൽസ്, ലേബർ കോസ്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് ആകുന്ന ചിലവ്, ലാഭം എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആകുന്ന പൈസയാണ് നമ്മൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പേന മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന വിലയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു പേന നിർമ്മിക്കാൻ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ ലേബർ കോസ്റ്റും എല്ലാം കൂടെ ചേർന്ന് ഒരു കമ്പനിക്ക് 3 രൂപയായി എന്ന് വിചാരിക്കുക. പക്ഷെ മാർക്കറ്റിൽ നിന്ന് ഈ 3 രൂപയ്ക്ക് നമുക്ക് പേന മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. 5 രൂപ നമ്മൾ കൊടുക്കണം. കാരണം എന്താ? ഇതിനകത്ത് ടാക്സ് എന്നൊരു സാധനം വരുന്നു അല്ലെ, ഇൻഡയറക്റ്റ് ടാക്സ്. GST പോലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്നൊരു കമ്പോണന്റ് അവിടെ വരുന്നു. അപ്പോൾ ടാക്സും കൂടെ ഉൾപ്പെടുത്തിയാലേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ്, ഉദാഹരണം ഇൻഡയറക്റ്റ് ടാക്സ് ഇവിടെ 3 രൂപയാണെന്ന് വിചാരിക്കുക.
ഇപ്പൊ ഇൻഡയറക്ട് ടാക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന തുകയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. GST ഒക്കെ അല്ലേ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നത്. ഗവൺമെന്റ് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്, നാളെ മുതൽ കുട്ടികൾക്കെല്ലാം പേനയുടെ വില അങ്ങ് കുറച്ച് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ പേന ഇല്ലാത്തതുകൊണ്ട് ഇനി പഠിക്കുന്നില്ല എന്ന് വേണ്ട, നാളെ മുതൽ പേനയുടെ വില അങ്ങ് കുറയ്ക്കുന്നു, 1 രൂപ നമ്മൾ പേനയ്ക്ക് ഇളവ് പ്രഖ്യാപിക്കുന്നു ഗവൺമെന്റ് പറയുകയാണ്. അപ്പൊ ഗവൺമെന്റ് അത് എങ്ങനെയാണ് പ്രഖ്യാപിക്കുക? ഗവൺമെന്റ് സബ്സിഡി അനൗൺസ് ചെയ്യും. സബ്സിഡി 1 രൂപ പ്രഖ്യാപിച്ചു. ആ സബ്സിഡി ഈ ടാക്സിൽ നിന്ന് കുറയും. ടാക്സ് 3 രൂപയല്ലേ നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാനുള്ളതല്ലേ, അതിൽ നിന്ന് 1 രൂപ കുറച്ച് 2 രൂപ നമ്മൾ ആർക്ക് കൊടുത്താൽ മതി? ഗവൺമെന്റിന് ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കുന്ന ഇൻഡയറക്ട് ടാക്സ് മൈനസ് ഗവൺമെന്റ് നമുക്ക് തരുന്ന സബ്സിഡി. അപ്പോൾ ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡീസ് ആണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അതായത് 3 രൂപ ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി 1 രൂപ, 2 രൂപയാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇത് ഈ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാർക്കറ്റ് പ്രൈസ് കിട്ടുക. പറഞ്ഞ മനസ്സിലായോ? ഫാക്ടർ കോസ്റ്റ് 3 രൂപ, അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും നമ്മൾ? വെറും ഇൻഡയറക്ട് ടാക്സ് അല്ല, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എന്താ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്? ഇൻഡയറക്ട് ടാക്സ് എന്ന് സബ്സിഡി കുറയ്ക്കുമ്പോഴുള്ളതാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഇതൊരു പേനയുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, ഒരു പെന്നിന്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതേ കണക്ക് ഒരുപാട് പെന്നുകളുണ്ടല്ലോ, എല്ലാ പെന്നിനും ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, മാർക്കറ്റ് പ്രൈസും ഉണ്ട്. പേന മാത്രമല്ല, കാർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ എന്താ ഭക്ഷണ സാധനങ്ങളുണ്ട്, വസ്ത്രങ്ങളുടെ, എല്ലാത്തിനും ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും ഉണ്ട് ആണല്ലോ. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ സാധനങ്ങളുടെയും വില നമുക്ക് ഫാക്ടർ കോസ്റ്റിലും കണക്കാക്കാം, മാർക്കറ്റ് പ്രൈസിലും കണക്കാക്കാം. ഓക്കെ അല്ലേ? ഫാക്ടർ കോസ്റ്റിലും കണക്കാക്കാം, മാർക്കറ്റ് പ്രൈസിലും കണക്കാക്കാം. എന്താ വ്യത്യാസം? ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? മാർക്കറ്റ് പ്രൈസ് കിട്ടണം. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ സാധനങ്ങളും സേവനങ്ങളും അതിന്റെ ആകെ തുകയാണ് GDP എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ സാധനങ്ങളുടെ സേവനങ്ങളും ഫാക്ടർ കോസ്റ്റിൽ കണ്ടെത്തിയാൽ അതിനെ GDPFC എന്ന് വിളിക്കാം. അതിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുക മാർക്കറ്റ് പ്രൈസിൽ കണ്ടെത്തുന്നതിന് തുല്യമാകും GDPMP. ക്ലിയർ ആയോ? അപ്പൊ GDPFCയും GDPMPയും ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടെത്താം? NDPFC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ചെയ്താൽ NDPMP കിട്ടും. അതുപോലെ GNPFC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ചെയ്താൽ GNPMP കിട്ടും. NNPFC പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ചെയ്താൽ NNPMP കിട്ടും. ഇതെല്ലാം കണ്ടുപിടിക്കാം. GDPFC കണ്ടുപിടിക്കാം, GDPMP കണ്ടുപിടിക്കാം, NDPFC കണ്ടുപിടിക്കാം, NDPMP കണ്ടുപിടിക്കാം, NNPFC കണ്ടുപിടിക്കാം, NNPMP കണ്ടുപിടിക്കാം. ഇതെല്ലാം തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമ്പോഴും ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? അത് NNPFC ആണ്. ഔദ്യോഗിക ദേശീയ വരുമാനം എന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? NNPFC ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് പോകും കേട്ടോ. NCERT മാക്രോ എക്കണോമിക്സ് +2 സെക്കൻഡ് ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം. അത് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചിട്ട് പോകും. അതിൽ നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സെക്കൻഡ് ഫേസ് പ്രിലിംസ് എഴുതുന്നവരും KS എഴുതുന്നവരും ശ്രദ്ധിക്കുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ C ആണ്. അടുത്തത് 5 ഇയർ പ്ലാൻസ്. നമുക്കറിയാം PSCയുടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. വിച്ച് 5 ഇയർ പ്ലാൻ എയിംഡ് അറ്റ് അച്ചീവിംഗ് ഗരീബി ഘട്ടാവോ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി? നമുക്കറിയാവുന്ന കാര്യമാണ് 5th 5 ഇയർ പ്ലാൻ ഉള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പഞ്ചവത്സര പദ്ധതി, 5ാം പഞ്ചവത്സര പദ്ധതി, 5th 5 ഇയർ പ്ലാൻ. അതൊന്ന് നോക്കിയിട്ട് പോവുക. നിങ്ങൾ പ്രധാനമായിട്ടും അടുത്ത എക്സാം എഴുതുന്ന ആൾക്കാർ ഫസ്റ്റ് നോക്കുക, സെക്കൻഡ് നോക്കുക, 5th നോക്കുക, 10th 11th 12th ഇത്രയെങ്കിലും മിനിമം നോക്കിയിട്ട് പോവുക. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇതിൽ നിന്നാണ്. 1, 2, 5, 10, 11, 12. ഇനി 9ൽ നിന്നൊരു ചോദ്യം വന്നിട്ടുള്ളത് വിമൺ കമ്പോണന്റ് പ്ലാൻ. വിമൺ കമ്പോണന്റ് പ്ലാൻ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9th 5 ഇയർ പ്ലാൻ. ബാക്കി ഇത്രയും നോക്കിയിട്ട് പോവാം. 1, 2, 5, 10, 11, 12 ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോവാ. സോറി. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങൾ നോക്കിയിട്ട് പോവാം. ഇതിനകത്ത് 1 കൃഷി, 2 വ്യവസായം, 5 പോവർട്ടി ഇറാഡിക്കേഷൻ. 10 നിങ്ങൾ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്ന 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് നോക്കിയിട്ട് പോവാ. 11 എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ്. 11
അതുപോലെ 12 എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. 11 ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. 12 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന 12 ആണ്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഞാനൊരു ഗവൺമെന്റിന്റെ തന്നെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള 12 പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്ലാൻ ഡോക്യുമെന്റ് PDF ഉണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിരിക്കാം കേട്ടോ, ഇത് ക്ലാസ് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ 5th 5-year പ്ലാൻ ആണ്. അപ്പം 5th 5-year പ്ലാനിനൊപ്പം ഇത്രയും പഞ്ചവത്സര പദ്ധതികളും കൂടെ അടുത്ത എക്സാമിന് പോകുന്ന ആൾക്കാരൊന്ന് നോക്കിയിട്ട് പോവുക. ദെൻ അടുത്തൊരു ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്ലാനിങ് ഒരു ഹോട്ട് ടോപ്പിക് ആണ്, അതുപോലെ തന്നെ അതിനകത്ത് വരുന്നതാണ് നീതി ആയോഗ്. അത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, കഴിഞ്ഞ ദിവസം നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം ഇന്ത്യ 4th ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളിക്കാരൻ പറഞ്ഞത് ആക്ച്വൽ ഡേറ്റ അല്ല, IMFന്റെ ഒരു പ്രൊജക്ഷൻ ഡേറ്റയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ വാർത്തകളിലൊക്കെ ഈ പറയുന്ന പോലെ നീതി ആയോഗൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. നീതി ആയോഗിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നീതി ആയോഗ് ഒരു ഹോട്ട് ടോപ്പിക് ആണ്, അതൊന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നീതി ആയോഗ് ഹാസ് എ ഫിക്സഡ് 5-year tenure. പ്ലാനിംഗ് കമ്മീഷൻ പോലെ പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ദ ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ട്. ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ? ഗവേണിംഗ് കൗൺസിൽ ഇപ്പോൾ കഴിഞ്ഞത് 10th ഗവേണിംഗ് കൗൺസിൽ മീറ്റ് ആണ്. അപ്പോൾ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിര സംവിധാനം. അതിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര്, യൂണിയൻ ടെറിട്ടറീസിന്റെ ലെഫ്റ്റനന്റ് ഗവർണർമാര് തുടങ്ങിയ ആൾക്കാരൊക്കെ ചേരുന്നതാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. ഈ ഗവേണിംഗ് കൗൺസിൽ അവരുടെ മീറ്റിങ്ങിനെ ടീം ഇന്ത്യ മീറ്റിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. റീസെന്റ് ആയിട്ട് എന്താ സ്റ്റാലിൻ ഈ പറയുന്ന പോലെ മീറ്റിംഗിൽ പങ്കെടുത്തു, തമിഴ്നാട്ടിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടായി എന്നൊക്കെ നിങ്ങൾ വാർത്തയെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നീതി ആയോഗ് ഇസ് ആൻ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. തെറ്റാണ്, നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും ഇതൊന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. ദർ എക്സിക്യൂട്ടീവ് ബോഡീസ്. എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ, മന്ത്രിസഭാ തീരുമാനം, മന്ത്രിസഭാ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 1 and 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങൾ അടുത്ത് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നീതി ആയോഗിന്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് പോകണം. കേട്ടല്ലോ, നീതി ആയോഗിന്റെ വെബ്സൈറ്റ്, അതുപോലെ നീതി ആയോഗിന്റെ ഇൻഡൈസസ്, സൂചികൾ ഉണ്ടല്ലോ, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അതുപോലെ തന്നെ SDG ഇന്ത്യ ഇൻഡെക്സ്, അതൊക്കെ കഴിഞ്ഞ് ഈ 2025 പുതിയ ഇൻഡെക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നോക്കുക, SDG ഇൻഡെക്സ് നോക്കുക, അത്തരത്തിലുള്ള ഇൻഡെക്സുകൾ ഒരുപാടുണ്ട്. അതെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോകുക. നീതി ആയോഗിന്റെ വെബ്സൈറ്റ് കയറിയിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ്, ആരൊക്കെയാണ് CEO ആരാണ്, അതുപോലെ തന്നെ CEO ഇപ്പോഴത്തെ BVR സുബ്രഹ്മണ്യം, ഇനി അതിന്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ്, ഇനി അതിന്റെ സ്ഥിരം മെമ്പേഴ്സ് ഉണ്ട്, അതാരൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും നോക്കിയിട്ട് പോകുക. നീതി ആയോഗിന്റെ വെബ്സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകുന്നതിന് മുമ്പ് അതിന്റെ വെബ്സൈറ്റ്, എബൌട്ട് അസ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പോകണം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും ആയി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ നോക്കുക. നമ്മളത് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഗവൺമെന്റിന്റെ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും ഏതൊക്കെയാണ്. അപ്പം നികുതി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആൻഡ് ഇൻവോളണ്ടറി പേയ്മെന്റ് ആണ്. നമ്മൾ നിർബന്ധമായിട്ടും എനിക്ക് നികുതി അടയ്ക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നാൽ ഞാൻ നികുതി വെട്ടിപ്പ് നടത്തുന്ന ആളാണ് അല്ലേ? അപ്പം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നികുതി. നിർബന്ധമായിട്ടും കമ്പൽസറി ആൻഡ് ഇൻവോളണ്ടറി പേയ്മെന്റ് ആണ് നികുതി എന്ന് പറയുന്നത്, ആണല്ലോ. അത് വ്യക്തികളുടെ കയ്യിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും എല്ലാം തന്നെ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, ടാക്സ് റവന്യൂസ് കളക്ടഡ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് വൈൽ നോൺ ടാക്സ് റവന്യൂസ് കളക്ടഡ് ഓൺലി ഫ്രം ബിസിനസ്. ശരിയാണോ? നികുതി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന്, വ്യക്തികളുടെ അടുത്ത് നിന്നും ബിസിനസിന്റെ അടുത്ത് നിന്നും കളക്ട് ചെയ്യുന്നത്, ശരിയാണ്. നോൺ ടാക്സ് റവന്യൂ ബിസിനസ്സിൽ നിന്ന് മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. നോൺ ടാക്സ് റവന്യൂ എന്ന് വെച്ചാൽ നികുതി അല്ലാതെ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം. നിങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്, സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പം നിങ്ങളുടെ MVD പിടിച്ച് നിർത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് ഫൈൻ അടിക്കില്ല, അത് ഉപദേശിച്ച് വിടും. മോനെ ഇനി ഹെൽമെറ്റ് വെച്ചിട്ട് പോണം മോനെ എന്ന് പറഞ്ഞു വിടുമോ? ഫൈൻ അടിക്കില്ലേ? ഫൈൻ അടിക്കും. നിങ്ങളൊരു ബിസിനസ് ആയതുകൊണ്ടാണോ ഫൈൻ അടിക്കുന്നത്? അല്ലല്ലോ, നിങ്ങൾ വ്യക്തികളല്ലേ. ഫൈൻ എന്ന് പറയുന്ന നികുതിയാണോ? അല്ല, നികുതി ഇതര വരുമാനം, നോൺ ടാക്സ് റവന്യൂ അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നു വൈൽ നോൺ ടാക്സ് റവന്യൂസ് കളക്ടഡ് ഓൺലി ഫ്രം ബിസിനസ്. തെറ്റല്ലേ? ആണല്ലോ. ടാക്സ് ആണെങ്കിലും നോൺ ടാക്സ് ആണെങ്കിലും വ്യക്തികളുടെ അടുത്തു നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്, ബിസിനസിന്റെ അടുത്തു നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്, രണ്ടുപേരുടെ അടുത്തു നിന്നും കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആര് കാണിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റിയും ഫൈനും
എല്ലാം ബിസിനസിൻ്റെ അടുത്ത് നിന്നും വ്യക്തികളുടെ അടുത്ത് നിന്നും കളക്ട് ചെയ്യും. ടാക്സും ബിസിനസിൻ്റെ അടുത്ത് നിന്നും വ്യക്തികളുടെ അടുത്ത് നിന്നും കളക്ട് ചെയ്യും. കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ബിസിനസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റാ. ടാക്സ് റവന്യൂ is collected by imposing compulsory levies while non-tax revenues comes from government service, fees and investment. ടാക്സ് റവന്യൂ നിർബന്ധമായിട്ടും കളക്ട് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല, നിർബന്ധമായിട്ട് നമ്മൾ അടയ്ക്കണം, ശരിയാ. വൈൽ നോൺ ടാക്സ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് സേവനങ്ങൾ, അതുപോലെ ഗവൺമെന്റ് ഫീസ്, പെനാൽറ്റി, ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്ന് കിട്ടുന്നില്ലേ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഫീസ്, ഗവൺമെന്റ് സേവനങ്ങളിൽ അടയ്ക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതെല്ലാം അല്ലേ നോൺ ടാക്സ് റവന്യൂ. അത് ശരിയാണല്ലോ. യെസ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. 3, ബോത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ് ആർ കമ്പൽസറി പേയ്മെന്റ് ടു ദ ഗവൺമെന്റ്. ടാക്സും നോൺ ടാക്സും കമ്പൽസറി ആണ്, ആണോ? നിർബന്ധമായിട്ടും നമ്മൾ നോൺ ടാക്സ് അടച്ചിരിക്കണം. ഞാൻ മര്യാദയ്ക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ പെനാൽറ്റിയും ഫൈനും അടിക്കണം, ആണോ? വേണ്ട, അത് കമ്പൽസറി ആണോ? നോൺ ടാക്സ് റവന്യൂ. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടിക്കണം, ആണോ? വേണ്ട, അത് കമ്പൽസറി ആണോ? അല്ല. പക്ഷെ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഹെൽമെറ്റ് വെച്ചാലും വാഹനം നിങ്ങൾ റോഡിൽ ഇറക്കുകയാണെങ്കിൽ വെഹിക്കിൾ ടാക്സ് അടയ്ക്കണം, മോട്ടോർ വെഹിക്കിൾ ടാക്സ് അടയ്ക്കണം. ടാക്സ് കമ്പൽസറി ആണ്, പക്ഷേ നോൺ ടാക്സ് കമ്പൽസറി ആണോ? അല്ല, തെറ്റാണ്. നോൺ ടാക്സ് റവന്യൂ ഇൻക്ലൂഡ് പെനാൽറ്റി, ഫൈൻ ബട്ട് നോട്ട് ഇൻട്രസ്റ്റ് റെസീവ്. നോൺ ടാക്സ് റവന്യൂല് പെനാൽറ്റിയും ഫൈനും വരുന്നുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റ് വരുന്നില്ല. വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഒരു പ്രധാനപ്പെട്ട നോൺ ടാക്സ് റവന്യൂ ആണ്. പെനാൽറ്റി, ഫൈൻ, അതിനൊപ്പം ഇൻട്രസ്റ്റും വരുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, മനസ്സിലായപ്പോ 3ഉം 4ഉം 1ഉം തെറ്റ്, 2 മാത്രമാണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ടാക്സും നോൺ ടാക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ടാക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് പോവാം. ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള പേയ്മെന്റ്, കമ്പൽസറി ആൻഡ് ഇൻവോളണ്ടറി പേയ്മെന്റ് ആണ്, നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അതേസമയം നോൺ ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല, വോളണ്ടറി പേയ്മെന്റ് ആണ്. ടാക്സിനകത്ത് പ്രധാനമായിട്ടും ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ആണ് വരുന്നത്. ഡയറക്റ്റ് ടാക്സ് നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി സ്ഥാപനങ്ങൾ പേ ചെയ്യുന്നു, പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. GST, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി പോലുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? എന്നാൽ നോൺ ടാക്സ് എന്ന് വെച്ചാൽ അതിനകത്ത് എന്തൊക്കെ വരുന്നു? ഇൻട്രസ്റ്റ് വരുന്നു, ഫീസ് വരുന്നു, പെനാലിറ്റി വരുന്നു, യൂസർ ചാർജ് വരുന്നു, സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോൺ ടാക്സ് റവന്യൂവിനകത്ത് വരുന്നു. അപ്പം നിങ്ങൾ ടാക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നോക്കിയിട്ട് പോകണേ, അത് ഹോട്ട് ടോപ്പിക് ആണ്. ടാക്സ് നോക്കിയിട്ട് പോകണം, GST ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത എക്സാമിനും KS എക്സാമിനും GSTയിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം GST എന്ന് പറയുന്ന ടോപ്പിക് ഒന്ന് നോക്കിയിട്ട് പോവുക, ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ അല്ലേ? കാരണം GST ആൻഡ് ടാക്സേഷൻ ഹോട്ട് ടോപ്പിക് ആണ്, വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ അതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ടാക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസ്ക്കൽ പോളിസിയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണേ. അതിനകത്ത് ഗവൺമെന്റിന്റെ ടാക്സ് റെസീപ്റ്റ് എന്താണ്, ഗവൺമെന്റ് റെസീപ്റ്റ് എന്താണ്, ഗവൺമെന്റ് വരുമാനം ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് മാക്രോ എക്കണോമിക്സിന്റെ 12th സ്റ്റാൻഡേർഡിലെ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഡെഫിസിറ്റുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും നമ്മൾ ആ പറഞ്ഞ കാര്യത്തിലോട്ട് തന്നെയാണ് വരുന്നത്. റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അത്തരത്തിലുള്ള ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാവോ? ഇവിടെ കണ്ടോ, കറന്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണേ. ഇനി വേറൊരു ചോദ്യം കാണിച്ചു തരാം, അത് നോക്കിയേ. ഇതെന്ന് പറയുന്നത് UPSCക്ക് ചോദിച്ച ചോദ്യം. ഫിസ്ക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, അതുപോലെ റവന്യൂ ഡെഫിസിറ്റ്. കണ്ടോ, UPSCക്ക് ഇതിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. ക്യാപിറ്റൽ റെസീപ്റ്റ്, ബോറോയിങ്. അപ്പൊ UPSCക്കും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇത് ഏതാണ് ഏരിയ, ഈ ഏരിയ ഏതാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിയാൽ ഇത് കൃത്യമായിട്ടും പറഞ്ഞാൽ ഫിസ്ക്കൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് എന്നുള്ളതാണ് ഈ ഏരിയ. ഇത് ഭയങ്കര ഹോട്ട് ടോപ്പിക്, രണ്ടിനും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ടും വേണം. +2 മാക്രോ എക്കണോമിക്സിലെ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതൊന്ന് നോക്കിയിട്ട് പോവാം. ഫിസ്ക്കൽ പോളിസി ആൻഡ് ബഡ്ജറ്റ് അതിനകത്ത് പറയുന്നുണ്ട്
ഏതൊക്കെ ചെലവുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഏതൊക്കെ വരുമാനമാണ് ക്യാപിറ്റൽ വരുമാനം, ഏതൊക്കെ വരുമാനമാണ് റവന്യൂ വരുമാനം, ഏതൊക്കെ ചെലവുകളാണ് റവന്യൂ ചെലവുകൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഡെഫിസിറ്റുകളാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമുക്ക് വേഗത്തിലൊന്ന്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സമയമില്ല, പക്ഷെ വേഗത്തിൽ നമുക്ക് നോക്കി പോകാം. ഒന്ന് ശ്രദ്ധിച്ചേ, ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റും മറ്റൊന്ന് റവന്യൂ ബഡ്ജറ്റും. ക്യാപിറ്റൽ ബഡ്ജറ്റിന് 2 ഭാഗങ്ങളുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മറ്റൊന്ന് ക്യാപിറ്റൽ റെസീപ്റ്റും. റവന്യൂ ബഡ്ജറ്റിനകത്ത് 2 ഭാഗങ്ങളുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീപ്റ്റും. ശ്രദ്ധിക്കുക, എക്സ്പെൻഡിച്ചർ ചെലവ്, റെസീപ്റ്റ് വരുമാനം. റവന്യൂ അല്ല വരുമാനം, റെസീപ്റ്റ് ആണ് വരുമാനം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതൊക്കെ ചെലവാണ് ക്യാപിറ്റൽ ചെലവ്, ഏതൊക്കെ ചെലവാണ് റവന്യൂ ചെലവ്. നമ്മൾ പഠിക്കാൻ എളുപ്പമുണ്ട്. ചെലവെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പുറത്തോട്ട് പോകുന്നതാണ്. റെസീപ്റ്റ്, എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പൈസ പുറത്തോട്ട് പോകുന്നതാണ്. എന്നാൽ റെസീപ്റ്റ് എന്ന് വെച്ചാൽ കയ്യിലോട്ട് പൈസ വരുന്നതാണ് റെസീപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എക്സ്പെൻഡിച്ചർ, കയ്യിൽ നിന്ന് പൈസ പുറത്തോട്ട് പോകുന്നു. ഒന്നാമതായിട്ട് റീപേയ്മെന്റ് ഓഫ് ലോൺ. റീപേയ്മെന്റ് ഓഫ് ലോൺ, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോൺ ഞാൻ പിന്നീട് തിരിച്ചു കൊടുക്കുമല്ലോ, അതാണ് റീപേയ്മെന്റ് ഓഫ് ലോൺ. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു, ആ ലോൺ ഞാൻ തിരിച്ചു കൊടുത്തു, അതിനാണ് റീപേയ്മെന്റ് ഓഫ് ലോൺ എന്ന് പറയുന്നത്. ആ ലോൺ തിരിച്ചു കൊടുക്കുമ്പോൾ, ഒരാളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അതെൻ്റെ ബാധ്യതയാണ്, അല്ലേ? ഞാനൊരു ബാങ്കിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ ലോൺ എടുത്താൽ എൻ്റെ ബാധ്യത, ഒരു 10 ലക്ഷം ബാധ്യത ഉണ്ടെന്ന് വിചാരിക്കാം. ആ ലോൺ തിരിച്ചടച്ചാലോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവും, പക്ഷെ ബാധ്യത കുറയില്ലേ? അപ്പം റീപേയ്മെന്റ് ഓഫ് ലോൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവാണ്, പക്ഷെ എൻ്റെ ലൈബിലിറ്റി കുറയുന്നു, ബാധ്യത കുറയുന്നു. ഇനി രണ്ടാമത്തത് പർച്ചേസ് ഓഫ് അസറ്റ്. ഞാൻ ഒരു വസ്തു മേടിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു വീട് മേടിച്ചു, ഒരു കാറ് മേടിച്ചു, ഇത്തരത്തിലുള്ള അസറ്റ് ഒക്കെ ഞാൻ മേടിച്ചു. അസറ്റ് മേടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി, കാറും വീടൊക്കെ മേടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി, എൻ്റെ അസറ്റ് കൂടിയില്ലേ? എൻ്റെ ചെലവാണ്, പക്ഷെ എന്ത് ചെയ്തു? എൻ്റെ അസറ്റ് കൂടി. അപ്പം ഇതാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, താഴെ തന്നിട്ടുള്ള ചിലവുകളിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകണം, അവിടെ നിങ്ങളുടെ ബാധ്യത കുറയുകയോ ആസ്തി കൂടുകയോ ചെയ്താൽ ആ ഒരു ചെലവിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയാൽ അതൊരു എക്സ്പെൻഡിച്ചർ. അതെപ്പോഴാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകുക? പൈസ പോകുമ്പോൾ നിങ്ങളുടെ ബാധ്യത കുറയുകയോ ആസ്തി കൂടുകയോ ചെയ്താൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ബാധ്യത കുറയുകയോ ആസ്തി കൂടുകയോ ചെയ്തില്ലെങ്കിലോ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇത് രണ്ടും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് നോട്ട്, അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. അത്രേ ഉള്ളൂ. ഒരു ചെലവ് നിങ്ങൾക്ക് തരുന്നു ഗവൺമെന്റ്, ഒരു എക്സാമ്പിളിൽ ഒരു ചെലവ് തരികയാണ്. ഇത് ക്യാപിറ്റൽ ചെലവാണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ നോക്കാൻ ആ ചെലവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാകുമ്പോൾ അവിടെ നിങ്ങളുടെ ലൈബിലിറ്റി കുറയുകയോ അസറ്റ് കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഉദാഹരണം, നിങ്ങൾ സാലറി കൊടുക്കുന്നു. സാലറി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൈബിലിറ്റി കുറയുന്നുണ്ടോ? ഇല്ല. അസറ്റ് കൂടുന്നുണ്ടോ? കൂടുന്നില്ല. അപ്പം നിങ്ങൾ സാലറി കൊടുക്കുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇത് രണ്ടും സംഭവിക്കുന്നില്ല. അപ്പം ഇത് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും. ഓക്കെ അല്ലേ? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾ എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കിയേ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ. ഇനി അടുത്ത റെസീപ്റ്റ്, പൈസ കിട്ടുമ്പോൾ അത് ഏതൊക്കെയാണ് ക്യാപിറ്റൽ, ഏതൊക്കെയാണ് റവന്യൂ എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് പൈസ കിട്ടുന്ന സമയത്ത്, ഉദാഹരണം ലോൺ ടേക്കൺ, ലോൺ എടുത്തു. ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈബിലിറ്റി കൂടുന്നു. 2, ഇപ്പൊ ലോൺ എടുക്കുമ്പോൾ പൈസ കിട്ടുകയല്ലേ, റെസീപ്റ്റ് ആണ്, പൈസ കിട്ടുന്നു, പക്ഷെ നിങ്ങളുടെ ലൈബിലിറ്റി കൂടുന്നു. രണ്ടാമത് സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിൽക്കുന്നു, നിങ്ങളുടെ വസ്തുവോ നിങ്ങളുടെ കാറോ ഒക്കെ വിൽക്കുന്നു. വിൽക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നു, പക്ഷെ നിങ്ങളുടെ കയ്യിൽ അസറ്റ് കുറയുന്നു. അപ്പം നോക്കി, നിങ്ങൾക്ക് കയ്യിലോട്ട് പൈസ വന്നു, കയ്യിലോട്ട് റെസീപ്റ്റ്, പൈസ കിട്ടി. പൈസ കിട്ടിയപ്പോൾ നിങ്ങളുടെ ലൈബിലിറ്റി കൂടുകയോ അസറ്റ് കുറയുകയോ ചെയ്താൽ അത് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് റവന്യൂ റെസീപ്റ്റ്. മനസ്സിലായോ? ഉദാഹരണം, നിങ്ങൾ ലോൺ എടുത്തു,
ലോൺ എടുത്തപ്പോൾ കയ്യിലോട്ട് പൈസ വന്നു, നിങ്ങളുടെ ബാധ്യത കൂടി, അപ്പോൾ അത് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇനി നിങ്ങൾ വസ്തു വിറ്റു, പൈസ വന്നു, പക്ഷെ നിങ്ങളുടെ അസറ്റ് കുറഞ്ഞു, അത് ക്യാപിറ്റൽ റെസിപ്റ്റ്. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ റെസിപ്റ്റ്. ഉദാഹരണം, നിങ്ങൾക്ക് സാലറി കിട്ടിയപ്പോൾ നിങ്ങളുടെ ബാധ്യത കൂടിയോ? സാലറി കിട്ടുക എന്ന് വെച്ചാൽ റെസിപ്റ്റ് അല്ലേ, അപ്പോൾ നിങ്ങളുടെ ബാധ്യത കൂടിയോ? ഇല്ല. നിങ്ങളുടെ ആസ്തി കുറഞ്ഞോ? ഇല്ല. അപ്പോൾ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല, അത് റവന്യൂ റെസിപ്റ്റ്. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ ഒന്നെങ്കിൽ ലൈബിലിറ്റി കൂടുക അല്ലെങ്കിൽ അസറ്റ് കുറയുക. ക്യാപിറ്റൽ റെസിപ്റ്റ് ആകണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ ലൈബിലിറ്റി കുറയുക, അസറ്റ് കൂടുക. ക്യാപിറ്റൽ റെസിപ്റ്റ് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ ലൈബിലിറ്റി കൂടുക, അസറ്റ് കുറയുക. ഇത് ലൈബിലിറ്റി കുറയുക, അസറ്റ് കൂടുക, ലൈബിലിറ്റി കൂടുക, അസറ്റ് കുറയുക. തിരിഞ്ഞു പോകരുത്, തിരിഞ്ഞു പോയാൽ തെറ്റും. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുകളാണ് പറഞ്ഞിരുന്നത് പഠിക്കാൻ എളുപ്പത്തിന്. അപ്പം നമ്മൾ വലിയൊരു ക്ലാസ് ആയിട്ടല്ല ചെയ്യുന്നത്, ഇപ്പോഴേ പറയുന്നത് വലിയ ക്ലാസ് ആയിട്ടല്ല ചെയ്യുന്നത്, സിമ്പിളായിട്ട് എക്സാമിന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ട്രിക്കുകളായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ഒരു ചിലവെടുത്ത് നോക്കുക. ആ ചിലവെടുക്കുമ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ഒരു വരുമാനം എടുത്ത് നോക്കുക, അതിൽ ഈ രണ്ട് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, ഇല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ UPSC പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യം എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്രിയേറ്റ് എ ലൈബിലിറ്റി ഓർ കോസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ് ഓഫ് ദ ഗവൺമെന്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ഗവൺമെന്റിന് ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അസറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യം ഒന്ന് നോക്കാം, പറഞ്ഞ കാര്യം ഒന്ന് നോക്കിയേ. ക്യാപിറ്റൽ റെസിപ്റ്റ് ലൈബിലിറ്റി, ക്യാപിറ്റൽ റെസിപ്റ്റ് ഇതാ കിടക്കുന്നു അല്ലേ, ക്യാപിറ്റൽ റെസിപ്റ്റ് അത് ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, ശരിയല്ലേ? ലൈബിലിറ്റി കൂടുന്നു, അസറ്റ് കുറയുന്നു, റിഡക്ഷൻ ഇൻ അസറ്റ്. അതാണല്ലോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നോക്കിയേ, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്രിയേറ്റ് എ ലൈബിലിറ്റി ആൻഡ് റിഡക്ഷൻ ഇൻ അസറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബോറോയിങ്സ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആർ ക്യാപിറ്റൽ റെസിപ്റ്റ്. നമുക്ക് നോക്കാം. ബോറോയിങ്സ് കടമെടുക്കുന്നു, കടമെടുക്കുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ അല്ലയോ? കടമെടുക്കുമ്പോൾ നമ്മുടെ ലൈബിലിറ്റി കൂടുന്നു, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ബോറോയിങ്സ് ലോൺ എടുക്കുന്നു, കടമെടുക്കുന്നു, ലൈബിലിറ്റി കൂടുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ നോക്കാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്റെ കമ്പനി, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഗവൺമെന്റിന്റെ കമ്പനിയിലെ ഷെയറുകൾ വിൽക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഗവൺമെന്റിന്റെ ഷെയറുകൾ വിൽക്കുകയാണ്, അതായത് ഗവൺമെന്റ് അസറ്റ് വിൽക്കുകയാണ്. അസറ്റ് വിൽക്കുമ്പോൾ അസറ്റ് കുറയും, അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ബോറോയിങ്സും ഡിസ്ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, രണ്ടും ശരിയാണ്. ക്ലിയർ അല്ലേ? ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ് എ ലൈബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗവൺമെന്റ് ലോൺ കൊടുത്തിട്ടുണ്ട്, ആ ലോണിന് ഗവൺമെന്റിന് ഇങ്ങോട്ട് പലിശ കിട്ടുകയാണ്. ഗവൺമെന്റ്, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഗവൺമെന്റിന്റെ കാര്യം ആലോചിക്കണം. നിങ്ങൾ ഒരാൾക്ക് ലോൺ കൊടുത്തു, ആ ലോണിന് നിങ്ങൾക്ക് ഇങ്ങോട്ട് പലിശ കിട്ടുകയാണ്. അത് നിങ്ങൾക്കൊരു ബാധ്യതയാണ്. ആണോ അല്ലയോ? നിങ്ങൾ ഒരാൾക്ക് ലോൺ കൊടുത്തു, നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളൊരു ലോൺ കൊടുത്തു. ലോൺ കൊടുത്തിട്ട് ആ കൂട്ടുകാരനോ അല്ലെങ്കിൽ പരിചയക്കാരനോ നിങ്ങൾക്ക് പലിശ തരികയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പലിശ നിങ്ങളുടെ ബാധ്യതയാണോ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് അല്ല, ഒരിക്കലും അത് ബാധ്യതയല്ല. ഇങ്ങോട്ട് കിട്ടുന്ന പൈസ ബാധ്യതയാണോ? അല്ല, അത് തെറ്റാണ്. 1ഉം 2ഉം മാത്രമോ ശരി. ഇവിടുത്തെ ആൻസർ ഏതാ? കറക്റ്റ് ഏതാണ്? 192. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ്സ് എ ലൈബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ്. തെറ്റാ. 1ഉം 2ഉം ശരി. ഒന്നെന്താ? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അസറ്റ് കുറയുന്നു. ബോറോയിങ്സും ഡിസ്ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. 1ഉം 2ഉം ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3 തെറ്റാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. കറക്റ്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 192 ഓൺലി. മനസ്സിലായല്ലോ? അപ്പോൾ UPSCയിലും ഈ പറയുന്ന പോലെ ഫിസ്ക്കൽ പോളിസിയിൽ നിന്നും ബജറ്റിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിട്ട് പോവുക, ഏതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, ഏതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഇനി അടുത്ത് മറ്റൊന്ന് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ അറിഞ്ഞിരിക്കുക. എന്താ ഡെഫിസിറ്റ്? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് കൂടുതലും വരുമാനം കുറവും, അതാണ് ഡെഫിസിറ്റ്. ചെലവ് കൂടുതലും വരുമാനം കുറവും, അതാണ് നമ്മുടെ ഡെഫിസിറ്റ്. ഉദാഹരണം, എനിക്ക് ചെലവ് 100 കോടി, വരുമാനം 80 കോടി, ഡെഫിസിറ്റ് 20 കോടി. എൻ്റെ വരുമാനത്തിനെ കൊണ്ട് എൻ്റെ ചെലവ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡെഫിസിറ്റ് ഉണ്ടാകും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഡെഫിസിറ്റ്? എക്സ്പെൻഡിച്ചർ മൈനസ് റെസിപ്റ്റ്.
അപ്പൊ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റെസീപ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡെഫിസിറ്റ് കിട്ടും. ചെലവിൽ നിന്ന് വരുമാനം കുറച്ചാൽ ഡെഫിസിറ്റ് കിട്ടും. കണ്ടോ, 100 രൂപേന്റെ ചെലവ്, 80 രൂപന്റെ വരുമാനം, 100 80 കുറച്ച് 20, ഇതാണ് എന്റെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. കമ്മി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ചെലവ് കൂടുതലും വരുമാനം കുറവും. ബഡ്ജറ്റിനകത്തുള്ള 4 പ്രധാനപ്പെട്ട ഡെഫിസിറ്റുകളെ പറ്റി നമുക്കൊന്ന് വേഗത്തിലൊന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കുന്നില്ല, വേഗത്തിൽ നമുക്ക് നോക്കിയാൽ ഒന്നാമത്തെ ഡെഫിസിറ്റ് ആണ് റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, അതിൽ നിന്ന് റവന്യൂ റെസീപ്റ്റ് കുറച്ചാൽ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഗവൺമെന്റ് റവന്യൂ ചെലവുണ്ടല്ലോ, അതിൽ നിന്ന് ഗവൺമെന്റ് റവന്യൂ വരുമാനം കുറച്ചാൽ ഗവൺമെന്റ് റവന്യൂ കമ്മി കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഗവൺമെന്റിന് മുഴുവൻ ചെലവുകളും മീറ്റ് ചെയ്യാൻ ഗവൺമെന്റ് മുഴുവൻ വരുമാനത്തിനെയും കൊണ്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് കുറച്ച് പൈസ കടമായിട്ട് എടുക്കും. ഈ കടത്തിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരു വർഷം എത്രമാത്രം കടമെടുക്കുന്നുണ്ടോ, കടമെടുപ്പ് നടത്തുന്നുണ്ടോ, ആ ഒരു കടത്തിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിയേ, ഇപ്പൊ ഗവൺമെന്റിന്റെ മുഴുവൻ ചെലവും ഇപ്പോൾ എത്രയാ, ഒരു 25 ലക്ഷം മുഴുവൻ ചെലവുണ്ടെന്ന് വിചാരിക്കുക. ഗവൺമെന്റിന്റെ മുഴുവൻ വരുമാനം ഒരു 23 ലക്ഷമേ ഉള്ളൂ. അപ്പൊ ഈ മുഴുവൻ ചെലവിനെ മീറ്റ് ചെയ്യാൻ മുഴുവൻ വരുമാനത്തിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? കടമെടുക്കും. എത്ര ലക്ഷം? 2 ലക്ഷം കടമെടുക്കും. ഇതാണ് ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതെങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കുക? അതിന്റെ ഫോർമുല നോക്കിയേ. ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഫോർമുല ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. കടമല്ല, ഞാൻ പറഞ്ഞു ടോട്ടൽ എക്സ്പെൻഡിച്ചർ 25 ലക്ഷം, ടോട്ടൽ റെസീപ്റ്റ് 23 ലക്ഷമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 2 ലക്ഷം കടമെടുത്തു. ഈ 2 ലക്ഷമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇത് കിട്ടാൻ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു. ടോട്ടൽ റെസീപ്റ്റ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, കടമെടുത്താൽ അതും എൻ്റെ റെസീപ്റ്റ് ആണ്. അപ്പൊ ആ റെസീപ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടും. അപ്പൊ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഫോർമുല എന്താ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. അല്ലെങ്കിൽ വേറൊരു ഫോർമുലയും പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കിയേ. ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ മറ്റൊരു ഫോർമുല നോക്കിയാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്. റവന്യൂ റെസീപ്റ്റ് എന്ന് വെച്ചാൽ റവന്യൂ വരുമാനം. നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് വെച്ചാൽ കടമെടുത്താൽ അതും ക്യാപിറ്റൽ റെസീപ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ കടമെടുക്കുന്ന പൈസ അല്ലെങ്കിൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ. ഇവിടെ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ബോറോയിങ്സ് എന്ന് പറയുന്ന സാധനം കിട്ടൂ. എത്ര കടം എടുത്തു എന്നുള്ളത് അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഡെഫിസിറ്റ്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടല്ലോ, ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത് സമയമില്ല, എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഫോർമുല മാത്രം പഠിച്ചിട്ട് പോവുക. കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. നിങ്ങൾക്ക് മീൻസ് അതായത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പറയുന്നേ ഉള്ളൂ. പ്രൈമറി ഡെഫിസിറ്റിന്റെ ഫോർമുല ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. എന്താ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്? നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന് വിട്ടാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? നമ്മൾ ലോണുകൾക്ക് പലിശ കൊടുക്കാറുണ്ട് അല്ലേ? നമ്മൾ എടുത്തിട്ടുള്ള ലോണുകൾക്ക് പലിശ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ലോണുകൾക്ക് പലിശ കിട്ടാറുണ്ട്. അപ്പോൾ കൊടുക്കുന്ന പലിശ മൈനസ് കിട്ടുന്ന പലിശ, അതാണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ഗവൺമെന്റ് ഒരുപാട് ലോണുകൾ എടുത്തിട്ടുണ്ട്, അതിന് പലിശ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഒരുപാട് ലോണുകൾ കൊടുത്തിട്ടുണ്ട്, അതിന് പലിശ കിട്ടുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്ന പലിശ മൈനസ് കിട്ടുന്ന പലിശയാണ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറച്ചാൽ നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. ഇനി അടുത്ത് നാലാമത്തത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ റവന്യൂ ഡെഫിസിറ്റിനകത്ത് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, ഇതിനകത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഗ്രാന്റ് കൊടുക്കാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കാറുണ്ട്. എന്തിനാ ഗ്രാന്റ് കൊടുക്കുന്നത്?
ഈ പറയുന്ന പോലെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് സഹായത്തിന് വേണ്ടി ഗ്രാന്റ് കൊടുക്കാറുണ്ട്. ഗ്രാന്റ് കൊടുക്കുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റ് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഈ ഗ്രാന്റ് ഉപയോഗിച്ച് അസറ്റ് ക്രിയേറ്റ് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഈ ഗ്രാന്റ് ഉപയോഗിച്ച് അസറ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, ഒരു പൈസ നമ്മൾ ചെലവാക്കി അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോയിന്റ് എവിടെയാ നോക്കിയേ. അതായത് ഒരു പൈസ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെലവ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന പൈസ, സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്ന ഗ്രാന്റ് ഉണ്ടല്ലോ, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് സാധാരണയായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ഈ പൈസ സംസ്ഥാനങ്ങൾ ഉപയോഗിച്ച് അസറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ കേന്ദ്രത്തിന് മനസ്സിലായി അത് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ സർക്കാരിന്റെ റവന്യൂ ഡെഫിസിറ്റ് കുറയും. അങ്ങനെ കുറയുന്ന പുതിയ റവന്യൂ ഡെഫിസിറ്റിനെയാണ് നമ്മൾ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല എന്താ? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിന്റെ ഫോർമുല റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻസ് given to the states for asset creation. അസറ്റ് ക്രിയേഷന് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് UPSC ചോദിച്ച ചോദ്യങ്ങളൊന്ന് നോക്കാം. എ കൺട്രീസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഇവിടെ നോക്കി നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കാം. എ കൺട്രീസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് സ്റ്റാൻഡ് 50,000 crores. അതായത് ഒരു രാജ്യത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 50,000 കോടിയാണ്. It is receiving 10,000 crore through non-debt capital receipt. Non-debt capital receipt ആയിട്ട് 10,000 കോടി കിട്ടുന്നുണ്ട്. The country's interest liabilities are 1,500 crores. What is gross primary deficit? എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ആദ്യം മനസ്സിലാക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രൈമറി ഡെഫിസിറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ പഠിച്ചു പ്രൈമറി ഡെഫിസിറ്റിന്റെ ഫോർമുല എന്താ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിന്ന് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറയ്ക്കുക. അത്രേ ഉള്ളൂ. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50,000 crore ആണെന്ന് തന്നിട്ടുണ്ട്. അത് അതുപോലെ എഴുതുക. ഇനി നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കണ്ടല്ലോ, ഇൻട്രസ്റ്റ് ലൈബിലിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1,500 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 1,500 അതുപോലെ എഴുതുക. 50,000 1,500 കുറച്ചാൽ 48,500, 48,500. ഈ 10,000 നമ്മളെ വെറുതെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതൊരു ഫിഗർ മാത്രമാണ്. അത് നമുക്ക് വേണ്ട. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. അടുത്ത് വീണ്ടും ഒരു ചോദ്യം. സപ്പോസ് ദ റവന്യൂ എക്സ്പെൻഡിച്ചർ 80,000 crore ആണ്. റവന്യൂ റെസീപ്റ്റ് 60,000 crore ആണ്. ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് 10,000 കോടി ബോറോയിങ്സ് കാണിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് 6,000 ആണ്. താഴെ തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? നോക്കാം. റവന്യൂ ഡെഫിസിറ്റ് 20,000 കോടി. നമുക്കറിയാം റവന്യൂ ഡെഫിസിറ്റിന്റെ ഫോർമുല എന്താ? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? റവന്യൂ ഡെഫിസിറ്റ് ഇസ് റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റെസീപ്റ്റ്. ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാ? 80,000. റവന്യൂ റെസീപ്റ്റ് എത്രയാ? 60,000. അപ്പൊ 80,000 മൈനസ് 60,000 20,000 ആയിരിക്കും റവന്യൂ ഡെഫിസിറ്റ് വരിക. ശരിയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് 10,000. പക്ഷെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ മൊത്തം ബോറോയിങ്സിന് തുല്യമാണ്. ഇവിടെ നോക്കിയേ, ബഡ്ജറ്റ് ഓൾസോ ഷോസ് ബോറോയിങ്സ് ഓഫ് 10,000 കോടി. സിമ്പിൾ ചോദ്യമാണ്. ഡയറക്റ്റ് നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാം. 10,000 കോടി. അതുകൊണ്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് 10,000 കോടി. കണ്ടല്ലോ. ഇനി അടുത്ത ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓഫ് 6,000 crore. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 6,000 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് പ്രൈമറി ഡെഫിസിറ്റ് അല്ലെ? 10,000 ഫിസ്ക്കൽ ഡെഫിസിറ്റ്, 6,000 ഇൻട്രസ്റ്റ് പേയ്മെന്റ്. 10,000 മൈനസ് 6,000 4,000 പ്രൈമറി ഡെഫിസിറ്റ്. അതും കറക്റ്റാ. കണ്ടോ? കറക്റ്റ് അല്ലേ? 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ്. ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി 1, 2 and 3. UPSCക്ക് ചോദിച്ച ഈ 3 ചോദ്യങ്ങളും ഫിസ്ക്കൽ പോളിസി ആൻഡ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. ഇനി നമുക്ക് നോക്കാനുള്ളത് PSCയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് അത്ര സിമ്പിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം.
റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ്, റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസം. റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ റവന്യൂ റെസീപ്റ്റ്സ് ആർ ലെസ് ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, whereas fiscal deficit represent the excess of total expenditure over total revenue excluding borrowings. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ആൻസർ ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ റവന്യൂ റെസീപ്റ്റ്സ് ആർ ലെസ് ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകുന്ന എപ്പോഴാ? റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെക്കാളും കുറവാകുമ്പോഴാണ്. ശരിയാണ്. റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്, അതാണല്ലോ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. രണ്ട്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ് അല്ലേ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് എവിടെയാ? നമ്മൾ പഠിച്ച കാര്യം ഒന്ന് നോക്കാം. എവിടെയാ നമ്മൾ നോക്കിയ കാര്യം? യെസ്, ഇതാ കിടക്കുന്നു. അതല്ല, ഇവിടെ നോക്കിയേ, ഇതാ കിടക്കുന്നുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ് അല്ലേ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്, അതാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്. ക്ലിയർ അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമതെന്ന് വായിച്ചു നോക്കാം. റവന്യൂ ഡെഫിസിറ്റ് റെഫേഴ്സ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. തെറ്റ്. ദെൻ റവന്യൂ ഡെഫിസിറ്റ് ഇൻക്ലൂഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. തെറ്റാ. റവന്യൂന്റെ അത് റവന്യൂ മാത്രമേ വരൂ. റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ റെസീപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, വെറാസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് റെപ്രസെന്റ് എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ റവന്യൂ ഇൻക്ലൂഡിംഗ് ബോറോവിങ്സ്. അത് തെറ്റാ. എക്സ്ക്ലൂഡിംഗ് ബോറോവിങ്സ് നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് പോലെ ഒരു ഹോട്ട് ടോപ്പിക് ആണ് ഫിസ്ക്കൽ പോളിസി, ബഡ്ജറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ മാക്രോ എക്കണോമിക്സ് 12th സ്റ്റാൻഡേർഡിലെ ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതെന്ത് ചെയ്യുക, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോവാം. പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിഗ്രി ലെവലിൽ തന്നെ പ്രീവിയസ് ഇയറിലെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിമിനറി എക്സാമിന്, മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കൂടുതലും പ്രിലിംസിനാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിലിംസിന്റെ ലാസ്റ്റ് ഇതുവരെ നടന്നിട്ടുള്ള പ്രിലിംസിന്റെ ചോദ്യ പേപ്പറിൽ ഈ പറയുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, എക്സാമിന് മുന്നേ KS-നും അതുപോലെ ഡിഗ്രി പ്രിലിം സെക്കൻഡ് ഫേസ് ഉള്ളവർ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇത് UPSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി പ്രിലിംസിന്, പക്ഷേ KS-ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. വിച്ച് ആർ ദ ഫോളോയിങ് ആർ ദ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? RBIയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നോക്കാം. RBIയുടെ വരുമാന മാർഗം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നുണ്ട്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നമുക്കറിയാം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതിൽ നിന്ന് RBIക്ക് പലിശ കിട്ടുന്നുണ്ട്. അതൊരു വരുമാന മാർഗമാണ്. മറ്റൊന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റി. RBI ഒരുപാട് വിദേശ രാജ്യങ്ങളുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ട്രഷറി ബില്ല്, അതുപോലെ ഫെഡറൽ റിസർവിന് ട്രഷറി ബില്ല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പലിശ കിട്ടുന്നുണ്ട്. അതൊരു വരുമാന മാർഗം. അപ്പം നിങ്ങൾ വിചാരിക്കും RBI ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലല്ലോ. കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവർക്ക് ലാഭവും കിട്ടുന്നുണ്ട്, വരുമാനവും കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് ആ വരുമാന മാർഗങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, പല രാജ്യങ്ങളുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി RBI വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്, അതിൽ നിന്നെല്ലാം വരുമാനം കിട്ടുന്നുണ്ട്. രണ്ട്, കടപ്പത്രങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വഴി വരുമാനം കിട്ടുന്നുണ്ട്. ഫോറക്സ് റിസർവ്, വിദേശ നാണ്യങ്ങൾ, ഡോളർ, യൂറോ, അതുപോലുള്ള ഫോറക്സ് റിസർവ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വഴി വരുമാനം കിട്ടുന്നുണ്ട്. ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഓപ്പറേഷൻ, നമുക്കറിയാം റിപ്പോ, MSF തുടങ്ങിയ കാര്യങ്ങളിലൂടെ RBIക്ക് പലിശ കിട്ടുന്നില്ലേ, അങ്ങനെ കിട്ടുന്നുണ്ട്. ദെൻ കറൻസി ഇഷ്യൂ, അതെന്താ സാധനം? RBI ആണ് കറൻസി പ്രിന്റ് ചെയ്യുന്നല്ലേ. ഉദാഹരണം, 500 രൂപയുടെ കറൻസി പ്രിന്റ് ചെയ്യാൻ, കറൻസി അടിച്ചിറക്കാൻ ഒരു 500 രൂപ പ്രിന്റ് ചെയ്യാൻ RBIക്ക് ഒരു 5 രൂപ ചിലവായി എന്ന് വിചാരിക്കുക. അപ്പോൾ RBIക്ക് ഇവിടെ 495 രൂപ ലാഭമല്ലേ? ആണല്ലോ. അപ്പോൾ 500 രൂപയുടെ കറൻസി പ്രിന്റ് ചെയ്യാൻ 5 രൂപയാണ് ചിലവായെങ്കിൽ ബാക്കി 495 RBIയുടെ ലാഭമാണ്. ഇതിനെയാണ് സെയിനിയറേജ് എന്ന് നമ്മൾ പറയുന്നത്. സെയിനിയറേജ് എന്ന് വെച്ചാൽ എന്താണ്? കറൻസി വിൽക്കുമ്പോൾ അല്ലെങ്കിൽ കറൻസി പ്രിന്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ RBI അല്ലെങ്കിൽ ബാങ്കുകൾക്ക്, സെൻട്രൽ ബാങ്കുകൾക്ക് ഉണ്ടാകുന്ന ലാഭമാണ് സെയിനിയറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കറൻസി ഇഷ്യൂ വഴിയും RBIക്ക് പണം കിട്ടുന്നുണ്ട്. അപ്പം നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും RBIയുടെ വരുമാന മാർഗങ്ങളിൽ ഏതൊക്കെയാണ് ഇൻകം ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഒന്ന്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ബോണ്ട്, ശരിയാണ്.
ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫോറിൻ കറൻസി ശരിയാണ്. പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് ഒന്നും ആർ ബിയുടെ വരുമാനമല്ല. ലെൻഡിങ് ടു പ്രൈവറ്റ് കമ്പനീസ് ആർ ബിയുടെ വരുമാനമേ അല്ല. പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറൻസി നോട്ട് ആർ ബിയുടെ വരുമാനമാണ്. 1, 2 and 4 ആർ ബിയുടെ വരുമാന മാർഗങ്ങളിൽ വരുന്നുണ്ട്. സോഴ്സസ് ഓഫ് ഇൻകം 3 കാര്യങ്ങളാണ്. 1, 2 5 ഇത് 3 തന്നെ ആർ ബിയുടെ വരുമാന മാർഗമാണ്. കറൻസി വിൽക്കുന്ന സമയത്ത്, ഫോറിൻ കറൻസി വിൽക്കുന്ന സമയത്ത്, അതുപോലെ ഗവൺമെന്റ് ബോണ്ടുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ വാർത്തയിലെ കണ്ടിട്ടില്ലേ, ആർ ബിയുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആർ ബിക്ക് ലാഭമുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു പോയിന്റ് നമ്മൾ നോക്കുന്നത് യു പി ഐ ഉണ്ടല്ലോ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യു പി ഐ, ഇത് യു പി എസിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. യു പി ഐ ഇന്ത്യ അല്ലാതെ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് മെർച്ചന്റ് പേയ്മെന്റ്സിന് വേണ്ടി? അതൊന്ന് പഠിച്ചിട്ട് പോവുക, വേണമെങ്കിൽ ചോദിക്കാം. യു പി ഐ ഇന്ത്യയിലല്ലാതെ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ മെർച്ചന്റ് പേയ്മെന്റ്സിന് യൂസ് ചെയ്യുന്നുണ്ട്? ഭൂട്ടാൻ, ഫ്രാൻസ്, മൗറീഷ്യസ്, നേപ്പാൾ, സിംഗപ്പൂർ, ശ്രീലങ്ക, UAE. ഇത്രയും രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെർച്ചന്റ് പേയ്മെന്റ്സിന് യു പി ഐ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സിംഗപ്പൂർ, ഫ്രാൻസ്, ഈ 2 രാജ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നതിൽ അല്ലെ, സിംഗപ്പൂരും ഫ്രാൻസും ഈ 2 രാജ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ, 2 ഓൺലി അല്ലെ. പിന്നെ യു എയും ഫ്രാൻസും സിംഗപ്പൂരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭൂട്ടാൻ, ഫ്രാൻസ്, മൗറീഷ്യസ്, നേപ്പാൾ, സിംഗപ്പൂർ, ശ്രീലങ്ക, UAE. ഈ രാജ്യങ്ങളിൽ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ മീൻസ് ചില മെർച്ചന്റുകൾക്ക്, ചില സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ QR കോഡ് സ്കാൻ ചെയ്ത് UPI പേയ്മെന്റ് നടത്താവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അതായത് നമുക്കിനി അടുത്ത ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവരും അതുപോലെ KS എഴുതുന്നവർക്കും ഈ വീഡിയോ ഒരുപോലെ ഉപകാരപ്രദമാകും. നിലവിൽ നടന്നിട്ടുള്ള എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്, UPSC അതുപോലെ ഡിഗ്രി പ്രിലിംസും ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. മിനിമം അതെങ്കിലും എക്കണോമിക്സ് നോക്കിയിട്ട് പോകണം. അപ്പോൾ നെക്സ്റ്റ് ഫേസ് എഴുതുന്ന എല്ലാവർക്കും, KS പ്രിലിംസ് എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.